ഇവര് അഞ്ചാളും കൂടെ ബാത്റൂമിലേക്ക് ഇടിച്ചു കയറി എന്നെ ആ ബാത്റൂമിന്റെ ചുമരിന്റെയും വാതിലിന്റെ ഇടയും അമക്കി ഉള്ളിൽ കയറി. ഞാനാണ് ഹാഫ് നേക്കഡ് സിറ്റുവേഷനിലാണ്. എന്നോട് ഫാദർ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ച് നടത്തി. 15 to 19 ഇടയിലാണ് നടന്നത്. ഉമ്മ ഒക്കെ ആ സമയത്ത് പിടിച്ചു വെക്കുമായിരുന്നു. പക്ഷെ ഉമ്മ പിടിച്ചു വെക്കാൻ പോയ ഉമ്മാക്ക് അടി കിട്ടുന്ന രീതിക്കാണ്. അതായത് ഉമ്മാക്ക് വീട്ടിലൊരു വോയിസ് ഇല്ല. ഫാദർ എന്താണോ പറയുന്നത്, ഇപ്പൊ എന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്റെ വീട്ടിൽ. മുടി പിടിച്ച് വലിച്ച് കിടക്കയിലിട്ട് അടിച്ച് നാവിക്കിട്ട് ചവിട്ടി. എനിക്ക് വളരെയധികം എനിക്ക് മുഖത്തിട്ട് അടി കിട്ടി. അങ്ങനെ തല്ലുന്ന രീതിക്കുള്ള ഫിസിക്കൽ അസോൾട്ടായി. അപ്പം ഡോക്ടർ വാൺ ചെയ്തു, ഇനി അവളുടെ മേത്ത് നിങ്ങൾ കൈ തൊട്ടു പോരുത് എന്നുള്ള രീതിക്ക് വാൺ ചെയ്തു. പിതാവ് എന്റെ ഉപ്പനോട് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു ഞാൻ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഓർഗാൻസ് ഓരോന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് പുഴയിലിട്ടിട്ട് അത് സൂയിസൈഡ് ആയിട്ട് ഫ്രെയിം ചെയ്യാൻ നമുക്ക് ഈസിയാണ്. പോലീസ് സപ്പോർട്ട് ഉണ്ട്, നിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട. ഞാൻ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം പോലും ഇവര് പറഞ്ഞത്, റിലേറ്റീവ്സ് അടക്കം പറഞ്ഞത് എന്നെ കൊന്നുകളയും, പുറത്തിറങ്ങുന്ന സൂക്ഷിച്ചോ, ആരുടെയും കൈ കൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ തീർക്കും. നമസ്കാരം. നമ്മളൊക്കെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന വീടുകൾ സുരക്ഷിതമാണോ എന്നൊരു ചോദ്യമാണ് കോഴിക്കോട് അഴിയൂർ സ്വദേശിയായ ഒരു പെൺകുട്ടി ചോദിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് വലിയ പീഡനം നേരിടേണ്ടി വന്നത് സ്വന്തം പിതാവിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യം. തന്റെ 15ാമത്തെ വയസ്സ് മുതൽ തന്റെ പിതാവിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ക്രൂരമായ പീഡനങ്ങൾ. പിന്നീട് ഇതിനെതിരെ പ്രതികരിച്ച സമയത്ത് തന്നെ ഭ്രാന്തി എന്ന് മുദ്രകുത്തി മലപ്പുറത്തുള്ള ഒരു സ്വകാര്യ മാനസികാരോഗ്യ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് തന്ന് തളർത്തി കിടത്താൻ വേണ്ടി ശ്രമിച്ചത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് കോഴിക്കോട് അഴിയൂർ സ്വദേശിയായ 25-കാരിക്ക് നമ്മളോട് പറയാനുള്ളത്. ഇപ്പോൾ സ്വന്തം കുടുംബത്തിലുള്ള അംഗങ്ങൾക്കെതിരെ, അതായത് പിതാവിനും സഹോദരിക്കെതിരെ അടക്കമാണ് പരാതി കൊടുത്തിരിക്കുന്നത്. പോക്സോ വകുപ്പുകൾ ചേർത്തുകൊണ്ട്. അപ്പം അത് എന്ത് തരത്തിലാണ് ഇത്തരത്തിൽ ഈ ബന്ധുക്കൾക്കെതിരായിക്കൊണ്ടൊരു വലിയ പരാതിയിലേക്ക് നീങ്ങാനുണ്ടായ സാഹചര്യം? ഞാനും വാപ്പയും തമ്മിൽ അത്ര വലിയ ക്ലോസ് റിലേഷൻ ഇല്ല. ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഹൈസ്കൂൾ ഞാനൊരു 7-8 ക്ലാസ് പഠിക്കുമ്പോഴാണ് വാപ്പ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത്. അവിടെ ഒരു ഫ്രോഡ് കേസിൽപ്പെട്ട് ജയിലിലേക്ക് ഇടുന്നാണ് നാട്ടിലേക്ക് വന്നത്. അപ്പം എന്നോട് ഫാദർ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ച് നടത്തി. ഏത് കാലത്ത്? ആ ഒരു സമയത്ത് തന്നെ എന്റെ 15 to 19 ഇടയിലാണ് നടന്നത്. എന്നോട് സെക്ഷൽ അസോൾട്ട് എന്നുള്ള രീതിക്ക് പെരുമാറിയപ്പം എനിക്കത് ആദ്യം മനസ്സിലായില്ല എങ്കിലും പിന്നീട് എനിക്കത് അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്തു. എനിക്ക് കൂടുതൽ മനസ്സിലായപ്പോൾ ഞാൻ അതിനെ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പം എന്നെ വളരെയധികം ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ തുടങ്ങി. ഫിസിക്കൽ അസോൾട്ട്, അതെ. അപ്പം എന്ത് കയ്യിൽ കിട്ടിയാലും അതെടുത്ത് അടിക്കുക. അപ്പം എന്നോടൊരു എന്താ പറയുക, മനുഷ്യനോ അല്ല സ്ത്രീയോ എന്നുള്ള ഒരു അലിവ് കാണിക്കാതെ വളരെയധികം ഫിസിക്കൽ അസോൾട്ട് ചെയ്യുമായിരുന്നു. അതെ, ഉമ്മ ഒക്കെ ആ സമയത്ത് പിടിച്ചു വെക്കുമായിരുന്നു. പക്ഷെ ഉമ്മ പിടിച്ചു വെക്കാൻ പോയ ഉമ്മാക്ക് അടി കിട്ടുന്ന രീതിക്കാണ്. അതായത് ഉമ്മാക്ക് വീട്ടിലൊരു വോയിസ് ഇല്ല. ഫാദർ എന്താണോ പറയുന്നത്, ഇപ്പൊ എന്താണോ പറയുന്നത് അത് കേൾക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് എന്റെ വീട്ടില്. ഈ ബുദ്ധിമുട്ട്, അതായത് സെക്ഷൽ അബ്യൂസ് നടക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ല? ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ഫീലിങ്ങിന് അപ്രോച്ച് ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മ പറഞ്ഞു അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഉമ്മാനോട് അങ്ങനെ എന്തും പറയാൻ പറ്റുന്ന ഒരു നേച്ചർ അല്ല. ഉമ്മാനോട് അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനോ, അല്ലെങ്കിൽ ഉമ്മ അപ്പൊ തന്നെ അങ്ങനെ അവഗണിച്ചപ്പം എനിക്ക് കൂടുതൽ പറയാനും പറ്റിയില്ല കാര്യങ്ങൾ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫാമിലിയിൽ തന്നെ പിന്നീട് ഞാൻ കണ്ടത് ഇൻസെസ്റ്റ് സെക്സ് നടന്നിട്ടുണ്ടായിരുന്നു. ആള് കുറച്ച് MR ആണ്, വിക്ടിം MR ആണ്. അപ്പൊ ഓക്കെ, അതായത് സെയിം ബ്രദേഴ്സ് ആണ് ചെയ്തത്. അതെ, നടന്നിട്ടുണ്ട്. ആ സമയത്ത് പോലും അക്യൂസുകൾക്കാണ് ഇവർ സപ്പോർട്ട് ചെയ്തത്. അതെ, സപ്പോർട്ട് കിട്ടിയതും ആ ഉമ്മാക്ക് അടക്കം ത്രെട്ടണിങ് വന്ന അവസാനം കേസുമായിട്ട് പോവണ്ട എന്നുള്ള രീതിക്ക്. കാരണം അത്രയും ക്ലോസ് റിലേറ്റീവ് എന്നാണ് അത് വന്നിരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പോലും എല്ലാവരും അവർക്ക് സപ്പോർട്ടാണ്. അപ്പം ഞാനിപ്പം ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലും എന്നെ കൊന്നുകളയും, വാപ്പ കൊന്നുകളയും. എനിക്ക് ആ വീട്ടിൽ നിൽക്കാനോ അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് അതിന് മാത്രമുള്ള ഒരു സ്ട്രെങ്തോ ഉണ്ടായിരുന്നില്ല. ഞാനൊരു ചെറിയ കുട്ടി, ആ ഒരു പ്രായമാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ് ആ സമയത്ത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിട്ട് പോലും ക്രൈമിനെയാണ് അവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അക്യൂസുകളാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് വളരെയധികം നീരിറക്കമായി.
ഫാദറിന്റെ ഈ ഫിസിക്കൽ അസോൾട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മുമ്പ് ഞാൻ എന്റെ ഹൈസ്കൂൾ, ഞാൻ NCC, നാഷണൽ ക്യാമ്പ്, NSS ഇങ്ങനെ പറഞ്ഞിരുന്ന ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന അങ്ങനെ ചെയ്തിരുന്ന ആൾ, എന്റെ ബോഡി അത്രയും വളരെ സ്ട്രോങ് ആയിരുന്നു. പിന്നീട് വീക്ക് കണ്ടീഷനായി, ബോഡി മൊത്തം ഇൻഫ്ലമേഷൻ ആയി, കാലിലെ ആംഗിൾസിൽ ബ്ലഡ് ഫ്ലോട്ടിംഗ് ആയി, അങ്ങനെ നടക്കാൻ പറ്റാതെ ബെഡ് റെസ്റ്റ് എന്ന രീതിക്ക് ഞാൻ ആയിപ്പോയി. ഇതിനൊക്കെ കാരണം ഉപ്പയുടെ ഭാഗത്തുണ്ടായിരുന്ന ഉപദ്രവം തന്നെയാണ്. അതെ, ഉപ്പയുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവമാണ്. അങ്ങനെ ഞാൻ ബെഡ് റെസ്റ്റിലായി, എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ തലശ്ശേരി ഹോസ്പിറ്റലിൽ കാണിച്ചു, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ടെസ്റ്റ് ചെയ്തു. പക്ഷെ ടെസ്റ്റിലെല്ലാം ഓൾറൈറ്റ് ആണ്, പക്ഷെ വിസിബിളി ബോഡിയിൽ ഇങ്ങനെ കാണാനും ഉണ്ട്. ഓക്കെ, അങ്ങനെ ബെഡ് റെസ്റ്റിലായപ്പോൾ ഞാൻ വളരെയധികം ഇമോഷണലി ഡൗൺ ആയി. ഒബിയസ്ലി ആരായാലും ആയിപ്പോകും. അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഫൈബ്രോമയാൽജി എന്നൊരു കണ്ടീഷനാണ്. അങ്ങനെ ഞാൻ BMH കാണിച്ചു. അത് സൈക്യാട്രിയിലായിരുന്നു കാണിച്ചത്. ഇങ്ങനെ ഇമോഷണൽ ഡൗണിന്റെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ബോഡി മൊത്തം ഇൻഫ്ലമേഷൻ ആണ്, കാര്യങ്ങളൊക്കെ കണ്ടീഷനൊക്കെ പറഞ്ഞു. ഫാദറുമായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സെക്ഷൽ അസോൾട്ടിന്റെ കാര്യം പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡോക്ടർ പറഞ്ഞു, ഞാൻ ഉടനെ തന്നെ ഉപ്പാനോട് സംസാരിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഉപ്പാനോട് സെക്ഷൽ അസോൾട്ടിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിൽ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അപ്പം ഡോക്ടർ വാൺ ചെയ്തു. ഡോക്ടർ പറഞ്ഞു, ഇനി അവളുടെ മേത്ത് നിങ്ങൾ കൈ തൊട്ടു പോരുത് എന്നുള്ള രീതിക്ക് വാൺ ചെയ്തു. പിതാവിനും എന്റെ ഉപ്പാനോട് പറഞ്ഞു. ഓക്കെ, അപ്പം പിന്നെ എനിക്ക് അസോൾട്ട് കുറഞ്ഞു വന്നു, എന്റെ ഫിസിക്കൽ അസോൾട്ട് കുറഞ്ഞു വന്നു. ഞാൻ ആ സമയത്താണ് ഈ ഒരു രോഗം കാരണം മാത്രം, ഈ ഒരു ഫൈബ്രോമയാൽജിയ രോഗം കാരണം മാത്രം ഞാൻ 1 year വരെ ഗ്യാപ്പ് എടുക്കേണ്ട വന്നിട്ടുണ്ട് എന്റെ MSc ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ജീവിതത്തിൽ തിരിച്ചു വരും എന്ന് വിചാരിച്ച ആളല്ല ഞാൻ ആ സമയത്ത്. അങ്ങനെ ആ ഗുളിക കുടിക്കുന്നു, പെയിന്റെ ഗുളിക കുടിക്കുന്നു. ക്രോണിക് പെയിൻ ആയിരുന്നു എനിക്ക് വന്നിരുന്നത്. അങ്ങനെ അത് സ്ലോലി മാറാൻ തുടങ്ങി. പക്ഷെ ഞാൻ നീര് വെച്ച് ഇങ്ങനെ തടിച്ച ഒരവസ്ഥയുമാണ്. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ CUT എഴുതുന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നു. അതാണ് പാപ്പയുടെ ഭാഗത്തു നിന്നുള്ള കാര്യം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അബ്യൂസ് നേരിടുന്നത് നിങ്ങളുടെ കുട്ടിയായിരിക്കുന്ന സമയത്താണ്, 15 വയസ്സ് പ്രായമുള്ള സമയത്താണ് ഈ അബ്യൂസ് നേരിടുന്നത്. പക്ഷെ നിങ്ങൾ പരാതി കൊടുക്കുന്നത് 2025 ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പൊ എന്താണ് ഇത്രയധികം വലിയൊരു ഗ്യാപ്പ് ഈ പരാതി കൊടുക്കാൻ ഉണ്ടായത്? അതോ പിന്നെയും റീസെന്റ് ഈ പിതാവ് നിർത്തിവെച്ച അബ്യൂസ് പിന്നെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ്? അതെ, 2025 എന്നെ ഫിസിക്കൽ അസോൾട്ട് മാത്രമല്ല, സെക്ഷൽ അസോൾട്ട് എന്നുള്ള രീതിക്ക് എന്നെ വെടി, ഡ്രഗ് അഡിക്റ്റ് എന്ന് വിളിക്കുക, എന്നെ അടിക്കുമ്പോൾ തന്നെ എന്റെ ബ്രാ പിടിച്ച് പൊട്ടിക്കുക, എന്നെ വളരെ റെസിസ്റ്റ് കയറി അമർത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായപ്പം വീണ്ടും സെക്ഷൽ അസോൾട്ടും ഫിസിക്കൽ അസോൾട്ടും പീക്ക് സിറ്റുവേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിന് ഉണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സിസ്റ്റർ ഒരു ഫ്രോഡ് ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് മുമ്പോട്ട് പോവുകയായിരുന്നു, സഹായിക്കാൻ വേണ്ടിയിട്ട്. കാരണം സഹോദരി എന്ന് മാത്രമല്ല, ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് വീട്ടിൽ പറഞ്ഞപ്പോൾ എനിക്ക് സിസ്റ്ററിന്റെ ഭാഗത്തുനിന്ന് വളരെയധികം ഫിസിക്കൽ അസോൾട്ടായി. എന്നെ ഭയങ്കരമായിട്ട് മുടി പിടിച്ച് വലിച്ച് കിടക്കയിലിട്ട് അടിച്ച് നാവിക്കിട്ട് ചവിട്ടി, എനിക്ക് മുഖത്തിട്ട് അടി കിട്ടി. അങ്ങനെ തല്ലുന്ന രീതിക്കുള്ള ഫിസിക്കൽ അസോൾട്ടായി. അങ്ങനെ എന്റെ ജീവിതം നശിപ്പിക്കുന്നുള്ള രീതിക്കായി, എന്റെ കല്യാണം മുടക്കും, അങ്ങനെയുള്ള രീതിക്കുള്ള ത്രട്ടണിങ് ആയി. വീട്ടിൽ നിന്ന് മക്കളെ വരെ ഇട്ടേച്ച് പോവും എന്ന രീതിക്കുള്ള ത്രട്ടണിങ് ആയപ്പം ഞാൻ കുറച്ചു ദിവസം കോഴിക്കോടേക്ക് മാറിക്കേണ്ട അവസ്ഥ വാപ്പയും കൂടെ അവളുടെ കൂടെ കൂടിയിട്ട് എന്നെ അടിക്കാനുള്ള ഇതായി. ജനുവരിയിലാണ് ഇത് നടക്കുന്നത്. അങ്ങനെ ഞാൻ മാറി നിന്നു കോഴിക്കോട്. അങ്ങനെ അവിടെ വന്നിട്ടും പ്രശ്നം ഉണ്ടാക്കാനുള്ള രീതിക്കൊക്കെ അവർ ശ്രമിച്ചിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. വീട്ടുകാരുടെ നിർബന്ധ മൂലം പ്രകാരം മിസ്സിംഗ് കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അവസാനം വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ത്രട്ടണിങ് ആയി. അങ്ങനെ ഞാൻ അതിൽ സപ്രസ് ആയില്ല. അങ്ങനെ കല്യാണം മുടക്കി. പിന്നീട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് അപ്രോച്ച് ചെയ്തു. അതായത് കല്യാണം മുടക്കും എന്ന് പറഞ്ഞതും കല്യാണം മുടക്കിയതൊക്കെ സ്വന്തം വീട്ടുകാരല്ലേ? അതെ, അതും പോരാനിട്ട് ഈ ഫ്രോഡിന്റെ ഭാഗത്തുനിന്ന് ത്രട്ടണിങ് മെസ്സേജ് വന്നിരുന്നു. അതെ, വളരെയധികം. ഓക്കെ, അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് അഡീഷണൽ SP ശ്യാംലാൽ സാറിനായിരുന്നു ആ സമയത്ത്. February 22 ഞാൻ കൊടുത്തത്. ഇമ്മീഡിയറ്റ് എൻക്വയറി ആയിട്ട് ചോമ്പാലയിലേക്ക് അയച്ചു.
ചോമ്പാലയില് CI സിജു PK ഞാൻ പ്രൂഫ്സ് കാണിക്കാം സാർ, അവൾ ഫോൾ സ്റ്റേറ്റ്മെന്റ് പറയും എന്ന് പറഞ്ഞിട്ട് പോലും പ്രൂഫ്സ് നമുക്ക് നമ്മൾ കാര്യമാക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളി. അതിനുശേഷവും എനിക്ക് ഫിസിക്കൽ അസോൾട്ട് ആയപ്പോൾ ഞാൻ ചോമ്പാല സ്റ്റേഷനെ അപ്രോച്ച് ചെയ്തിരുന്നു, കംപ്ലൈന്റ്സ് ഫയൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ റെസിപ്റ്റ് തന്നു വിടുക എന്നല്ലാണ്ട് അതിനൊരു നടപടിയോ കാര്യങ്ങളോ ഇല്ല, ജസ്റ്റ് വാണിംഗ്. പക്ഷെ വാണിംഗ് എത്ര കിട്ടിയിട്ടും ഉപ്പാക്ക് ഒരു പേടിയും ഇല്ല. വീണ്ടും വീണ്ടും ഫിസിക്കൽ അസോൾട്ട്, സെക്ഷൽ അസോൾട്ട് ആയിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. ജൂലൈ 2-ാം തീയതി രാവിലെ 8:30 മണിക്ക് ഞാനാണ് പീരീഡ്സിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഷോർട്സും ടീഷർട്ടും ഇന്നർ വെയർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഇവര് വീട്ടുകാർ കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് കീയുമായിട്ട് എന്റെ റൂമിലേക്ക് കയറി. പെട്ടെന്ന് തന്നെ കീ നിലത്ത് വീഴുന്ന അവസ്ഥ ആ ഒരു ഇത് കേട്ടപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് ചാടി എണീക്കുകയും ഇവരെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ നോക്കി. വാതിലുന്തി ഇവരെ 5 ആൾക്കാരാണ് ഇടിച്ചു കയറിയത്. അതിൽ 3 ആണ് 2 പെണ്ണാണ് ഉണ്ടായത്. ഓക്കെ, ഇവര് ഇടിച്ച് കയറലും എന്റെ കയ്യും കാലും കെട്ടിയിട്ട് എന്നെ വളരെയധികം അടിക്കാൻ തുടങ്ങി. മുഖത്തടിച്ചു, മേത്തടിച്ചു. അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആരെ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയുന്നത് ഇല്ല, ഇതുവരെയും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം FIR-ലാണെങ്കിൽ പോലും അവരുടെ പേര് നിൽക്കുന്നത് ഐഡന്റിഫയബിൾ പേഴ്സൺസ് എന്നാണ്. കാരണം എനിക്ക് ഇതുവരെ അറിയാത്ത ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഇടിച്ചു കയറി വളരെയധികം ആക്രമിക്കുന്നത് മെന്നുകളാണ് എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടുത്ത് ഇവര് ഈ സ്ത്രീകൾ തന്നെ എന്റെ ഡ്രസ്സ് എടുത്തിട്ട് എന്നെ ഫോഴ്സ്ഫുള്ളി ചേഞ്ച് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ അവർക്ക് പറ്റുന്നില്ല, കയ്യും കാലും കെട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ആരെ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു സിജു BK ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞു പോലീസിനെ വിളിക്കൂ, പോലീസിനെ കോളിലിടും, നിങ്ങളുടെ ഐഡന്റിറ്റി കാർഡ് കാണിക്കും. ഇതൊക്കെ അവർ റിഫ്യൂസ് ചെയ്തു. അവർ പറഞ്ഞു അവരുടെ മുമ്പ് ഞാൻ ഡ്രസ്സ് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ കരഞ്ഞ് കാല് പിടിക്കാൻ തുടങ്ങി. കാരണം ഇവരുടെ അടുത്ത് വേറെ ഒരു മാർഗ്ഗം ഇല്ല. എന്താ ഇവരങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരല്ല, നമ്മൾ പറഞ്ഞ ഒരു ആൾ കേൾക്കണ്ട, അങ്ങനെയുള്ളതല്ല. വളരെയധികം ഗുണ്ടായുസമാണ് എന്റെ റൂമിൽ കയറി അവർ ചെയ്തത്. അങ്ങനെ കരഞ്ഞ് കാല് പിടിച്ച് ബാത്റൂം പോയി മാറ്റിയിട്ട് വന്നു. പക്ഷെ ബാത്റൂമിൽ ലോക്ക് ഇല്ല. ഇതാണ് സിറ്റുവേഷൻ ഓൾറെഡി. അപ്പം ഇവരെന്റെ കോടതി പ്രൂഫ്സ് ഹാളിലേക്ക് ഇട്ടു. എന്റെ ഫോൺ ഞാൻ ഇവര് കാണാതെ ബാത്റൂമിലേക്ക് പോയി. ഞാൻ ബാത്റൂമിൽ പോയപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് എന്റെ ശരീരം രക്ഷിക്കണോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരെങ്കിലും ഇൻഫോം ചെയ്യണോ എന്നുള്ള അവസ്ഥയാണ്. പാനിക് സിറ്റുവേഷനിലാണ് ഞാൻ. എന്റെ ടീഷർട്ട് ഊരി ഇന്നർ വെയർ മാറ്റുന്ന സമയം കൊണ്ട് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസിന് PR രതീഷിന് മെസ്സേജ് അയച്ചു, ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചു, 112 വിളിച്ചു. അവിടെ കോൾ റെക്കോർഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവര് ഇങ്ങനെ പറയുന്നുണ്ട് ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്നൊക്കെ. ഇവര് 5 ആളും കൂടെ ബാത്റൂമിലേക്ക് ഇടിച്ചു കയറി. എന്നെ ആ ബാത്റൂമിന്റെ ചുമരിന്റെയും വാതിലിന്റെ ഇടയും അമക്കി ഉള്ളിൽ കയറി. ഞാനാണ് ഹാഫ് നേക്കഡ് സിറ്റുവേഷനിലാണ്. ഞാൻ കുനിഞ്ഞു നിന്ന് എന്റെ ഫോണുമായി കുനിഞ്ഞു നിൽക്കുകയാണ്. ഇവർക്ക് മനസ്സിലായി ഇവര് മേത്ത് കയറി പിടിക്കുന്നുണ്ട്. എന്റെ ഫോണ് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി എന്റെ മുടി പിടിച്ച് വലിച്ച് ബാത്റൂമിൽ നിന്നും ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്ന് ബെഡിലിട്ട് ഫോഴ്സ്ഫുള്ളി ഡ്രസ് ചേഞ്ച് ചെയ്യിക്കണം. അവിടുന്ന് പിടിച്ച് ചുമരമ്മ കൊണ്ട് ഇങ്ങനെ നിപ്പിച്ച് ഒരാൾ കൈ മറ്റൊരാൾ കൈ ഒരാൾ കാൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. ഞാൻ നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പം അതിലുള്ള ഒരാളെ മുഖത്തിട്ട് ഭയങ്കരമായിട്ട് അടിച്ച് ഇവര് കൈയും കാലും മുഖവും കെട്ടി വലിച്ചു കൊണ്ടുപോകാൻ സ്റ്റെയർകേസിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഉപ്പ ഓൾറെഡി ഗ്രിൽസും വാതിലും തുറന്നു കൊടുത്തിരിക്കുകയാണ്. എനിക്ക് കരയുന്നുണ്ട്, അലറാൻ പറ്റാത്ത അവസ്ഥയാണ്. മുഖം കെട്ടിയിട്ടാണ്. ഇവര് വലിച്ചു കൊണ്ടുപോയിട്ടത് കാറിലാണ്. അതൊരു വൈറ്റ് ഇന്നോവ വലിയ കാറാണ്. വീടിനോട് അടുപ്പിച്ചിട്ടാണ് ഇവര് കാർ ഇട്ടിരിക്കുന്നത്. ഇവർ ഉടനെ തന്നെ കാർ സ്റ്റാർട്ട് ചെയ്തു. കാർ എന്ന് പറയുന്നത് ഒരു മജിസ്ട്രേറ്റിലേക്ക് പോകുന്നതാണ്. പക്ഷെ മജിസ്ട്രേറ്റിലേക്ക് പോയതല്ല, ഇവര് BRC പ്രൈവറ്റ് മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. പോകുന്ന ഇടക്ക് പറഞ്ഞത് സിജു BK പറഞ്ഞു പോലും ഇവരോട് അപ്പം തിന്നാ മതി, കുഴിയെണ്ണണ്ട, കാരണം ഒന്നും ചോദിക്കണ്ട എന്നുള്ള രീതിക്ക്. മാത്രമല്ല എന്നോട് പറഞ്ഞു ഞാൻ റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഓർഗാൻസ് ഓരോന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് പുഴയിലിട്ടിട്ട് അത് സൂയിസൈഡ് ആയിട്ട് ഫ്രെയിം ചെയ്യാൻ നമുക്ക് ഈസിയാണ്, പോലീസ് സപ്പോർട്ട് ഉണ്ട്, നിന്റെ വീട്ടുകാർക്ക് നിന്നെ വേണ്ട. പിന്നെ വൾഗർ റിമാർക്കിംഗ് ചെയ്തത് അവര് കുറെ അധികം സ്ത്രീകളുടെ ശരീരം കണ്ടിട്ടുണ്ട്. നിന്റെ ശരീരം കണ്ടതും കീറി പിടിച്ചതൊന്നും വലിയ കാര്യമായിട്ട് നീ എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവർക്ക് കോൾസ് വരുന്നുണ്ട്. ഒരു കോൾ എന്ന് പറയുന്നത് ഇവര് കോഡ് ഭാഷയിലാണ് യൂസ് ചെയ്യുന്നത്. ബോസ് വിളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫാദറിന്റെ കോൾ ഇടയ്ക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഉപ്പാന്റെ കോള് വരുന്നുണ്ട്. ഇതിന്റെ അടുക്ക പ്രൈവറ്റ് മെന്റൽ ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോ എന്റെ ഉപ്പ എന്നെ പറ്റി പറഞ്ഞു പോലും ഞാൻ വളരെയധികം എന്നെ പറ്റി ഭയങ്കര ബാഡായിട്ട് പറഞ്ഞു. ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്, ഡ്രഗ് അഡിക്റ്റ് ആണ്, ഇല്ലീഗൽ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞു. എന്നെ അത്രയും വയലന്റ് ആയിട്ട് എന്നെ പോർട്രേ ചെയ്തത് കൊണ്ട് തന്നെ ഇവരെന്നോട് ഇത്രയും വയലന്റ് ആയിരുന്നു എന്ന് പറഞ്ഞു. അവിടെ എത്തി തിരൂർ വെട്ടം
പ്രൈവറ്റ് മെന്റൽ ഹോസ്പിറ്റലാണ്. എന്റെ വീട് ഇരിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് ബോർഡറിൽ ഇരിക്കുന്ന എന്റെ വീട്ടിൽ നിന്ന് ഇവർ കൊണ്ടുപോയിട്ടത് തിരൂർ-വെട്ടം മലപ്പുറം ഡിസ്ട്രിക്ട് അവിടെയാണ്. ഓക്കെ, അവിടെ കൊണ്ടുപോയി എനിക്ക് ചെരുപ്പ് പോലും ഇല്ല കാലിൽ. ഇവര് ത്രട്ടണിങ് ആയി അകത്ത് പോയിട്ടില്ല, എന്നെ കൊന്നുകളയെന്നുള്ള, എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റാത്ത അവസ്ഥയുമാണ്. അപ്പം ഇവര് കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇവരറിയില്ല, ഇവരെന്റെ റിലേറ്റീവ് അല്ല, ആരുമല്ല, ഇവരെന്നെ ഇങ്ങനെ ഭയങ്കര ഉപദ്രവിച്ചിട്ടാണ് കൊണ്ടുവന്നത്, ഞാനൊരു ടീച്ചറാണ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവരൊന്നും കേൾക്കുന്നില്ല. അവരവിടെ എത്തി ബ്ലഡും യൂറിനും എടുത്തു ടെസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ കുറെ ഗുളികകൾ വന്നിട്ട് പറഞ്ഞു, ഇത് വിറ്റാമിൻസ് ഗുളികളാണ്, നിങ്ങൾ കുടിച്ചേ മതിയാവൂ എന്നുള്ള രീതിക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല എന്നപ്പോ അവര് ഫോഴ്സ്ഫുള്ളി എന്നെ കൊണ്ട് പറഞ്ഞു കുടിപ്പിച്ച സമയത്ത് എന്റെ കണ്ണ് മങ്ങാൻ തുടങ്ങി, നാക്ക് കുഴയാൻ തുടങ്ങി, കംപ്ലീറ്റ്ലി സെഡേറ്റിംഗ് അവസ്ഥയിലേക്ക് ഞാൻ പോയി. ഡിസ്ചാർജ് 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ് വാർഡിലിട്ടത്. 6-ാം തീയതിയാണ് ശരിക്കും വീട്ടിൽ എനിക്ക് ഡിസ്ചാർജ് ആയിട്ട് പറയുന്നത്. പിന്നെ ഡിസ്ചാർജ് നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അയച്ച ആ ഫ്രണ്ട്സിന്റെ മെസ്സേജ് അവർക്ക് ഓൾറെഡി ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി എന്റെ അഡ്വക്കേറ്റ്സിന്റെ നമ്പർ അയച്ചിരുന്നു. അവർ അഡ്വക്കേറ്റിനെ കോൺടാക്ട് ചെയ്ത് അഡ്വക്കേറ്റ് വഴി അവർ SHRC സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിന് കംപ്ലൈന്റ് ഫയൽ ചെയ്തു. വുമൺ കമ്മീഷൻ അത് നോട്ട് ചെയ്തു. അങ്ങനെ ഹെബിയസ് കോർപ്പസ് ഫയൽ ചെയ്യും. അവരെ ഹോസ്പിറ്റലിൽ വിളിച്ച് സംസാരിച്ച് ഹെബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നുള്ള സിറ്റുവേഷൻ ആയപ്പോൾ അവരുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അവരെന്താ വെച്ചാൽ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം 23rd ഒക്ടോബറിന് അദാലത്ത് ഉണ്ടായിരുന്നു. 2 അദാലത്തും ഓപ്പോസിറ്റ് പാർട്ടി, എന്റെ വീട്ടുകാരാണ് പ്രതികൾ, അവര് അറ്റൻഡ് ചെയ്തിട്ടില്ല. സേതുനാഥ് സാറിനെയാണ് വിളിച്ചു ചേർത്തത്. സേതുനാഥ് സാറിനെയാണ് വിളിച്ചു ചേർത്തത്. മാമിന്റെ മുമ്പ് ഞാൻ കുറെ ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കുമ്പോൾ സാറിന് ഉത്തരവില്ല. സാർ പോലീസ് ലെറ്ററിന്റെ കാര്യം പറയുന്നത് അത് ഓൾറെഡി ഇഷ്യൂഡ് ആണ് മുമ്പേ, എനിക്കറിയാത്ത കാര്യമാണ്. പിന്നെ അപ്പൊ മാം ചോദിച്ചു എന്തുകൊണ്ട് ഡേറ്റ് ഇല്ല, അതിൽ ഡേറ്റ് ഇല്ല, മജിസ്ട്രേറ്റിന്റെ ഒരു ഓർഡർ ഇല്ല, സൈക്കാട്രിസ്റ്റിന്റെ അസസ്മെന്റ് സർട്ടിഫിക്കേഷനോ ഒന്നുമില്ല. അപ്പൊ ഇവർക്ക് അതിനൊന്നും ഉത്തരവില്ല. മാം പറഞ്ഞു ഓൾറെഡി മജിസ്ട്രേറ്റ് വടകര മജിസ്ട്രേറ്റ് വഴി DV ആക്ട് ഓർഡർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം കുടിക്കേണ്ടി വരും എന്നാണ് മാം അവരോട് പറഞ്ഞത്, പോലീസുകാരോട് പറഞ്ഞത്. അത് മാത്രമല്ല, അടുത്ത ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് സേതുനാഥ് പറഞ്ഞത് ഡോക്ടർ രമേശിന്റെ ഇങ്ങനെ പണ്ട് ഫൈബ്രോമയാലജിന്റെ ആ സീറ്റ് കാണിച്ചിട്ട് പറഞ്ഞു, ആ ഡോക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് BPDക്ക് എന്നെ ചികിത്സിച്ചിട്ടുണ്ടെന്നില്ല. ഞാൻ പറഞ്ഞു ഉടൻ തന്നെ ഞാൻ ഡോക്ടറിനെ വിളിക്കാം, കാരണം ഡോക്ടറിന്റെ ഓൾറെഡി ഓഡിയോ എന്റെ അടുത്തുണ്ട്, ചികിത്സിച്ചിട്ടില്ല എന്ന് പറയുന്നത്. ഇവർ സമ്മതിച്ചില്ല. അങ്ങനെ ഞാൻ എന്താക്കിന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയ പാട് തന്നെ ഡോക്ടറിനെ വിളിച്ചു, കോൾ റെക്കോർഡ് ചെയ്തു. കോൾ റെക്കോർഡിംഗ് എന്റെ അടുത്തുണ്ട്. ഡോക്ടർ പറയുന്നു ഞാൻ അങ്ങനെ നിങ്ങളെ മുമ്പ് ചികിത്സിച്ചിട്ടില്ല, അത് അവര് പറഞ്ഞ് ഉണ്ടാക്കുന്ന കഥകളാണെന്നാണ് പറയുന്നത്. ഇപ്പൊ നിലവിൽ ഫാമിലിയുടെ ഭാഗത്ത് അതെ, ഞാൻ FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം പോലും ഇവര് പറഞ്ഞത്, റിലേറ്റീവ്സ് അടക്കം പറഞ്ഞത് എന്നെ കൊന്നുകളയും, പുറത്തിറങ്ങുന്ന സൂക്ഷിച്ചോ, ആരുടെയും കൈ കൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ തീർക്കും, അതും അന്വേഷണയിലിരിക്കുന്ന സമയത്ത് പോലാണ് പറഞ്ഞത്. അതിന്റെ ത്രട്ടണിങ് മാറ്റർ ആയിട്ട് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ത്രട്ടണിങ് ഉണ്ടെന്ന്. അത് മാത്രമല്ല, ഈ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നില്ല. പോലീസ് അക്യൂസുകളെ പറ്റി ഒന്നും അന്വേഷിക്കുന്നില്ല, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി എടുക്കുന്നില്ല, മറിച്ച് ശ്രമിക്കുന്നത് എന്നെ സെക്കൻഡറി വിക്ടിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെഡിക്കൽ കോളേജിൽ വിത്തൗട്ട് കോർട്ട് ഓർഡർ അവർ MCR എടുക്കാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തു. പോലീസ് ലെറ്റർ ഓൾറെഡി ഉണ്ട്, വിത്തൗട്ട് MCR, വിത്തൗട്ട് കോർട്ട് കോപ്പി. എന്നിട്ട് പറയണം അവർക്ക് MCR വേണം. അവിടെ പോലും പോക്സോന്റെ ക്രൈം നമ്പറാണ് മെൻഷൻ ചെയ്തത്, ഇല്ലീഗൽ ക്രൈം നമ്പർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ അത് ഒബ്ജക്ട് ചെയ്തു. SP-നോട് സംസാരിച്ചപ്പോൾ SP-ക്ക് കാര്യം അറിയില്ല. SP അവിടുത്തെ സൂപ്രണ്ട് മെഡിക്കൽ കോളേജിൽ അവരൊരു ബാക്കടിക്കുന്ന രീതിക്ക്. അങ്ങനെ ഞാൻ ഡീനിനോട് സംസാരിച്ചു, പ്രിൻസിപ്പൽ സാറിന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഒബ്ജക്ട് ചെയ്ത് അവർ പറഞ്ഞു ഇങ്ങനെ കോടതി വഴി ചെയ്യണം എന്നാണ്. ഇപ്പൊ അവര് പറഞ്ഞത് കഴിഞ്ഞ ദിവസം പോക്സോ കോർട്ടിൽ കൊടുത്തിട്ടുണ്ട്, കോടതി വഴി ചെയ്യാൻ. അവിടെയും അവർ എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടാണ് സംസാരിക്കുക. എന്തൊക്കെയായാലും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞ തന്റെ ജീവിതമാണ് കോഴിക്കോട് അഴിയൂർ സ്വദേശിയായ ഈ പെൺകുട്ടി നമ്മുടെ മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതായത് സ്വന്തം വീടിനകത്ത് നിന്ന് സ്വന്തം പിതാവിനാൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുന്നു, മറ്റ് സഹോദരിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഫിസിക്കൽ അസോൾട്ട്, ഇത് ആരോടും പറയാൻ കഴിയാത്ത സാഹചര്യം. പോലീസിൽ പരാതിപ്പെടുമ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടായി എന്നുള്ള ആരോപണമാണ് ഉണ്ടാവുന്നത്. മാത്രവുമല്ല, വീട്ടുകാർ തന്റെ യാതൊരു സമ്മതവും ഇല്ലാതെ ഇത്തരത്തിൽ ഇല്ലാത്തൊരു മനോരോഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ മലപ്പുറത്തുള്ളൊരു മനോരോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി അടച്ചിടുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. തന്റെ ജീവന് പോലും ഭീഷണി ഉണ്ട് എന്നാണ് പറയുന്നത്. കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. വനിതാ കമ്മീഷനും മറ്റും കൃത്യമായി ഇടപെടുന്നുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായാലും ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. കോഴിക്കോട് നെല്ലിക്കടുത്ത് മറന്നാർ.